കം ബാക്ക് മൈൻക്രാഫ്റ്റ്. പക്ഷെ എനിക്ക് നല്ല സങ്കടമുണ്ട്. എൻ്റെ മൈൻക്രാഫ്റ്റ് പോയി, എൻ്റെ അക്കൗണ്ട് പോയി. എനിക്ക് അക്കൗണ്ടില്ല. ഫ്രണ്ട്സായിട്ട് കളിക്കാൻ പറ്റുന്നില്ല. ഫ്രണ്ട്സായിട്ട് കളിക്കുന്നത് വീഡിയോ ഇടാനും പറ്റത്തില്ല. അയ്യോ, ഫ്രണ്ട്സായിട്ട് കളിക്കുന്ന വീഡിയോ ഇടാൻ പറ്റത്തില്ല. എൻ്റെ എന്തൊക്കെ ഇത് നമുക്ക് പ്ലേ അടിച്ചിട്ടുണ്ട്. അപ്പം പ്ലേ അടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ആയി തന്നെ ഒരു വില്ലേജ് പിടിക്കണം. വില്ലേജ് തന്നെ നമ്മളെ വില്ലേജ് നോക്കിയിട്ട് പോകുന്നുണ്ട്. ആഹാ, എന്തൊക്കെയാവുമെന്ന് ആർക്കറിയാം. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് അടിക്കുക, അടിച്ച് പൊട്ടിക്കുക. ഉണ്ടോയെന്ന് വെച്ചാൽ വില്ലേജ് കണ്ടിരിക്കും. Okay. വില്ലേജ് കണ്ടിരിക്കണം. വില്ലേജ് കണ്ടുപിടിക്കണം. വില്ലേജ് കണ്ടുപിടിക്കണം. ഇവിടെ ഒരു വില്ലേജ് കാണുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ക്രിയേറ്റ് ആക്കാം. കാരണം മലയുടെ മണ്ടയിലൊക്കെ അപ്പം നമുക്കിനി നേരെ വരോട്ട് പോകാം. എന്തായാലും വില്ലേജൊക്കെ തപ്പി നോക്കണം. വില്ലേജ് കാടാണല്ലോ, ഒരു വില്ലേജ് ഇല്ല ഇവിടെ. കാട്ടിൽ ചുമ്മാ സർവൈവ് ചെയ്യുന്നു. കാട്ടിൽ ചുമ്മാ സർവൈവ് ചെയ്യണം. എൻ്റെ കൈ ഫൈനലി ഇവിടത്തെ മരമൊക്കെ നോക്കി അങ്ങോട്ട് പോകുന്നു. മരങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഒക്കെ ഉള്ളു ഒരു വിജനമായ പ്രദേശം തന്നെ. തുടങ്ങും ഒരു വില്ലേജ് ഇല്ലല്ലോ എന്നുള്ള സങ്കടമാണ് എനിക്കിപ്പോഴും. ഇവിടാ ഒരു വില്ലേജ് ഉള്ളത്. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടലും. ഇപ്പം എന്ത് ചെയ്യാ? അതൊക്കെ ചുമ്മാ കിട്ടത്തില്ല. നമുക്ക് കാട്ടിൽ ചുമ്മാ സർവൈവ് ചെയ്യണം. നമുക്കൊന്ന്
കാര്യം ചെയ്യാം. ഇത് മൊത്തം അപ്ഡേറ്റ് വരുന്നുണ്ട്. എനിക്ക് നല്ലതായിട്ട് മനസ്സിലായിട്ടുണ്ട്. നല്ല അപ്ഡേറ്റ് വരുന്നുണ്ട്. നമുക്കപ്പോൾ ഒരു ഹൗസ് ഉണ്ടാക്കാനായിട്ട് ഒരു ബെഡ്, പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്, പിന്നെ ഒരു കാറ്റ്, പിന്നെ മെയിൻ ബോർഡ്, പിന്നെന്തുള്ള റെയിൽവേ ചേച്ചി നാളെ എടുക്കും. കത്തി പിടിച്ചിരിക്കുവായിരുന്നു. വെള്ളത്തിനകത്തുനിന്ന് വന്നിട്ടത്. അറിയത്തില്ലായിരുന്നു വെള്ളത്തിനകത്ത് ഇരുന്നേ. വെള്ളത്തിൽ കിട്ടാൻ മതി. ഞാൻ കഴിക്കാം. ഈ അതിലാണ് സർവീസുണ്ട്. അപ്പോൾ നമുക്കൊരു ഹൗസ് ബിൽഡ് ചെയ്തിട്ട് മതി. അടുത്ത തവണ കത്തി കഴിഞ്ഞു. ഡിസ്പെൻസറൊക്കെ സെറ്റ് ചെയ്യണം. ചെറിയൊരു പ്ലാനാണ്. അപ്പോൾ വേറെ ആക്രമണത്തിന് ഡിസ്പെൻസർ കൊടുക്കണം. അതിനായിട്ട് എന്തെങ്കിലും ഡ്രൈവറായിട്ടുള്ള ഇത് ഒക്കെ ഉണ്ട്. നമുക്ക് വീഴാതിരിക്കാൻ കൊലമില്ല. നമുക്ക് സെറ്റ് ചെയ്യുമോ? ഇവിടെ ചെറിയൊരു ഡിസ്പെൻസർ കൊടുക്കാം. ഡിസ്പെൻസർ അല്ലേ ആളെ ഡിസ്പെൻസർ അല്ലേ ഡിസ്പോറാണ് ഡിസ്പെൻസർ അല്ല. അപ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ച്
ക്യാമ്പസ് ബോംബ് ഉണ്ടാക്കുമെന്നായിരുന്നു പറഞ്ഞത്. ക്യാമ്പസ് ബോംബ് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ ബോംബ് കൊണ്ടാണല്ലോ. നീ ഇരുന്ന് പന്നിച്ചൊമ്മയൊക്കെ ചുമക്കാതെ നീ അതിനൊന്ന് വിളിച്ചു നിൽക്കുക. ഹിന്ദി അറിയാവോ അമ്മമാരോട് പറയാൻ? അമ്മമാരോട് പറയാൻ ഹിന്ദി അറിയാവോ? അമ്മമാരോട് സംസാരിക്കാൻ ഭാഷ അറിയാവുന്ന ഹിന്ദി. അമ്മമാര് വിളിക്കുന്ന നിന്നെ രക്ഷപ്പെട്ടു പോകും. ഫോണിലേക്ക് ഇതാണ് അപ്പോൾ ഹിന്ദിയാണ് എന്താ ചെയ്യാ പ്രായം വരെ ഒരു പെട്ടി നീ ആ ലൈറ്റ് നിർത്തിക്കരുത്. ചേട്ടാ ഇതൊക്കെ നിർത്തിയിട്ടാണല്ലോ വന്നത്. ഇല്ല അപ്പം അങ്ങനെ ഇനിയിപ്പം നമുക്ക് മറ്റേ വെട്ടിയില്ലേ കാസ്റ്റ് നടക്കുന്നില്ല കുറേ നേരിട്ടൊക്കെ കാസ്റ്റും കൂടെ എടുത്ത് വെക്കടാ. ശരി ഓക്കെ ഗൈസ്, കാസ്റ്റ് ഇതാ വെക്കുന്നുണ്ട്. അതൊന്നുകൂടെ വലിയ കാസ്റ്റ് പിടിക്കട്ടെ. അടിച്ച് സാധനം പിടിച്ച് വെക്കാനുണ്ട്. റെഡ് സ്റ്റോണിൻ്റെ ഡിസ്പെൻസറും ടോർച്ചും ഇതും അവിടെ ക്രാഫ്റ്റിംഗ് ടേബിളും വെച്ചിട്ടുണ്ട്. ക്രിയേറ്റീവാണ് കൈസ്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് മാറ്റുന്നതാണ്. അത് ഇപ്പോഴല്ല, കുറച്ച് ടൂൾസും കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ ഇവിടെ സർവൈവ് ചെയ്യാൻ കുറച്ചധികം പാടാണ്. അപ്പോൾ അന്ന് കുറച്ച് ഡയമണ്ടിൻ്റെയൊക്കെ എടുക്കുന്നുണ്ട്. പിക്കാസ് ഏറ്റവും മെയിനാണ്. അത് 5-6 പിക്കാസും പിന്നെ കുഴിക്കുന്ന സാധനം അതും ഡയമണ്ടിൻ്റെ അതും ഡയമണ്ട് പിന്നെ ഇതും ഡയമണ്ട്. അത്രേ ഉള്ളൂ. അതുപോലെ ഇതിനകത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ കുറച്ചേക്കാം. അപ്പോൾ ഈ ഒരു നാള് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അതല്ല നമുക്കിനി ഇവിടെ ഇറങ്ങി വേണം സർവൈവ് ചെയ്യാൻ. എന്നിട്ട് ഒരു പിക്കാസും കൂടി അടിക്കട്ടെ.
കറക്റ്റ് വരണേ. അതൊക്കെ പിടിച്ചത്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് സെറ്റിങ്സ് കയറിയിട്ട് സർവൈവർ ആക്കാം. അത് അറിയുമ്പോൾ ഓക്കെ അങ്ങനെ സർവൈവ് ചെയ്യണ്ട വന്നിട്ടാ കായി തന്നെ കുറച്ച് തട്ടി ഓർഡർ ഇന്നാ പിടിച്ചോടാ. അയ്യോ പൂച്ചടാ പൂച്ച. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനകത്ത് കുറച്ച് ഗ്ലിച്ചാണ്. എൻ്റെ കയ്യിലുള്ള സാധനങ്ങളില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ കടിക്കുന്നുണ്ട്. ഒരു തേങ്ങയിലൂടെ കഴിക്കാനുള്ള ഒന്നും ആരുമില്ല. അപ്പോൾ എനിക്ക് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. എനിക്ക് താട്ടി ഭയങ്കര ആവശ്യമുള്ള സാധനമാണ്. കുറേ താട്ടി എടുക്കുന്നുണ്ട്. താട്ടി എടുക്കുന്നുണ്ട്. കൂടുതൽ താട്ടി തിരിച്ചോളം കുറേ പ്ലാൻ ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ബേസ് കുറച്ച് ഇവിടെ നല്ലതാക്കാൻ. ഓക്കെ എന്നിട്ട് നിങ്ങളൊരു 30 അടിയൊക്കെ കിട്ടും. ഓക്കെ ഓക്കെ അപ്പോൾ അടുത്ത താടി നമ്മളിത് പൊട്ടിച്ചിരിക്കുകയാണ്. രാത്രി ആവുന്നതിന് താടി തട്ടിയില്ല അങ്ങോട്ട് പൊട്ടിച്ച് നോക്കാം. അതിൻ്റെ തിരിച്ച് വണ്ണും അപ്പോൾ വണ്ണാണ് നടക്കുന്നത്. പാർട്ട് 2 ഒക്കെ ഇടാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് നമ്മുടെ 19ാമത്തെ തടി. ഇങ്ങനെ മടിയാണ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. രണ്ടരക്ക് ശബ്ദം കേൾക്കുന്നു. എന്ത് പടി പേടിയാവുന്നു. അതിനായിട്ട് പിന്നെ നോക്കേണ്ട കാര്യമില്ല. കുറച്ച് ഡിസ്പെൻസറും ഉണ്ട് നമ്മുടെ ഉണ്ട്. നമുക്കിനിയിപ്പം പ്ലാൻ കൊണ്ടാകാം. ഓക്കെ അങ്ങനെ നമുക്ക് 72 ബാങ്ക് ഉണ്ടാക്കാൻ പറ്റി. പ്ലാൻ അങ്ങോട്ട് എടുക്കാം. 56 ഓക്കെ ഗൈസ്, 5-6 സ്റ്റോക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 5-6 സ്റ്റോക്കാണ് എനിക്കിപ്പോൾ 20 സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൊട്ടിച്ച് നമുക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ നമുക്കിനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആണെങ്കിൽ ഡിസ്പെൻസറുണ്ട്. ഓക്കെ കുറച്ച് തടിയൊക്കെ സെറ്റാക്കാം. നമുക്ക് താഴോട്ട് വീഴാതെ ഇവിടെ 5-6 തടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ ഇല്ല. ഓക്കെ ഇല്ല.
ഇതാണ് നമ്മുടെ ബേട്ട്. നമ്മളുടെ ഒരു ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കയറ്റി വെക്കണ്ടേ നമുക്കിപ്പോൾ. അല്ലടാ ഈ ഏത് വെച്ചാ എന്തെങ്കിലും നടക്കും. നമുക്ക് ആ പാട്ട് അതിട്ട് പുല്ല് വെച്ചിട്ട് ഡാമേജ് ഉണ്ടാക്കുക. അയ്യോ എൻ്റെ സാധനം ആഹാ ഷോ ഞാൻ പേടിച്ചു പോയി. ഇത് പോത്തില്ലല്ലേ. ഓക്കെ അപ്പോൾ നമുക്ക് പോത്തില്ല. അപ്പോൾ നമുക്ക് ഡിസ്പെൻസർ കട്ടെ നമ്മളെ പിടിച്ചൊരു ഇതപ്പം മരത്തിനുണ്ടെങ്കിൽ അവിടെ ഒരു ബേസ് നമുക്ക് ഉണ്ടാക്കാടാ. ചേടാ അത് നമ്മൾ ആലോചിച്ചില്ല. അവിടെ ഒരു ഉടൻ ബേസ്. ഇപ്പം ഞാൻ താഴെ പോയാ ഇതൊക്കെ നമുക്കൊരു ഉടൻ ബേസാണ്. അപ്പോൾ ഇനി നിങ്ങൾ വരെ ഒരു ഉടൻ ഒരു സോമ്പി കൊണ്ട് അവിടെ നിന്ന് നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, ഒരു പഴവും ചെയ്യാൻ പറ്റില്ല. മണ്ടയായതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റി ഉണ്ട്. എൻ്റെ മോനെ അതുകൊണ്ട് അവിടെ നിന്ന് സൂര്യൻ അസ്തമിക്കുന്നത്. അവിടെ നിന്ന് ഇത് പോവാലല്ലേ. ഓക്കെ നമുക്ക് കൂടായിട്ട് കുറച്ച് ടോർച്ച് കൊണ്ട് കത്തിച്ച് വെക്കാം. ഓക്കെ ഇവിടെ നിന്ന് ചാടണം. ഓക്കെ നമുക്കപ്പം ബീച്ചിനെ കുറിച്ച് പോകാനായിട്ടുള്ള ഒരു വഴി. ഓക്കെ അങ്ങനെ ഒരു നൈറ്റ് ഇതാ നമ്മൾ രണ്ടാമത്തെ നൈറ്റ് ഇതാ നമ്മൾ ത്രോ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മളെ പരിപാടി നേരെ ഗ്ലാസ് ഉണ്ടാക്കണം. കുറച്ച് അയണൊക്കെ കണ്ടുപിടിക്കണം. അതിനിട്ട് തന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാം. നമുക്ക് ഈ പ്ലാങ്കൊക്കെ എടുത്ത് വേണം, അല്ലെങ്കിൽ അതെല്ലാം പോയി കിട്ടും. വാളെന്തിയാ ഇപ്പം തന്നെ നല്ല സോമ്പി വരും. തന്നെ ഭയങ്കര സോമ്പിയൊക്കെ ആയിരിക്കും ഇവിടെ ഇവിടെ ഒരു തേങ്ങില്ല. ഇവിടെ നമുക്ക് തിന്നേ നമ്മളങ്ങ് കാട്ടിലോട്ട് ഇറങ്ങി ചെല്ലണം. ചേടാ ഇവിടുത്തെ ബേസ് ഉണ്ടാക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടൊന്ന് നോക്കിയിട്ടൊക്കെ വേണം ഉണ്ടാക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ചിന്തിക്കാത്ത ബേസ് വന്നു വേണ്ടി കാട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ച്. അത് കാടിന് നടുക്ക് ഒരു തേങ്ങയില്ലാതെ സ്ഥലമൊക്കെ. അപ്പോൾ അങ്ങ് വരെ എങ്ങനെ പോകാൻ വരെ അങ്ങ് കാട് വരെ ഉണ്ടായിരുന്നു. അങ്ങ് വരെ പോയിട്ട് വരായിരുന്നു. ഓക്കെ ഇവിടെ ഇട്ട് പോകാം. എൻ്റെ ലൈവല്ലേ പോയത്. നമുക്കപ്പോൾ ഇവിടെ ഇവിടെ നമുക്ക് എന്തോ കിട്ടിയില്ല. ട്രാക്കോ എന്താണ് നമുക്കിനിയിപ്പോൾ നേരെ കാട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കാട്ടിലേക്ക് ഉണ്ടാക്കണം. ഗ്ലിച്ചാവരുത്. കുറേ ലാഗാണ് ഇവിടെ കാണിക്കുന്നത്. ചേടാ ഇവിടെ ഒരു തേങ്ങയില്ലല്ലോ. എന്താ കാണിക്കാൻ നേരെ കാട്ടിലേക്ക് ഇറങ്ങുന്ന കുറച്ച് മൃഗത്തിനെ എടുത്തുകൊണ്ട് വരാം. എന്തെങ്കിലും ഇവിടെയൊക്കെ സോമ്പി കാണും. അതിൻ്റെ ഇടയിൽ പേടിച്ചും കൂടി ഇരുന്നാൽ പിന്നെ ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ആദ്യത്തെ ബസ്സിനൊക്കെ വെട്ടിക്കൊല്ലടാ അതിന് ഓടി വീഴും സമ്മതിക്കല്ലടാ. ഓക്കെ കൈസ് 2 ജോഡി പന്നികളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനമാണത്. അതുകൊണ്ട് അവിടെ ഒരു സാധനം ഇങ്ങനെ വെട്ടിക്കൊല്ലടാ. ഓക്കെ അവിടെ സാധനമില്ലടാ. ഷീപ്പ്. ഓക്കെ അത് നീ ഇവിടെ തന്നെ ജീവിക്കാൻ പറ്റുമോ സാധനമേ? കൊല്ലടാ കൊല്ല് ഒരൊറ്റടിക്ക് കൊല്ലുന്നുണ്ട്. ഇതൊക്കെ തന്നെ ധാരാളം. നമുക്കിനി നേരെ നമ്മൾ ബേസിലേക്ക് നടക്കാം. ഇതൊക്കെ ക്രീപ്പർ ചെയ്ത് വെച്ചേക്കാണെന്ന് തോന്നുന്നു.
നമ്മൾ ചോദിച്ചാൽ നാച്ചുറലായിട്ട് വന്നിട്ടുള്ളതായിരിക്കും, പക്ഷേ ഇതൊക്കെ ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ നമ്മളെ ബേസിലോട്ട് എങ്ങനെയാണ് പോകണ്ടേ? ഒരു കൂടിൻ്റെ മണ്ടേക്കൂടില്ല അവന് ചാടി ചാടി വന്നത്. എടാ എൻ്റെ ബേസ് ഞാൻ മറന്നു പോയി അതിൻ്റെ ഇടയിൽ. ചേടാ ഇതിപ്പോൾ ഇങ്ങനെ കൊല്ലാത്തതായില്ല. താണ്ടറ പിന്നെയും പറയുന്നുണ്ട് ഒരു ഷീപ്പ് ഒരു കുഞ്ഞേ അങ്ങനെ 5-6 മീറ്റും സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നേരെ വിട്ടടിച്ചു അതുകൊണ്ട് നമ്മൾ ബേസിലോട്ട് വന്നു വഴി. ഇപ്പോഴാണ് ബേസിലോട്ട് വേണ്ട വഴി ഓർക്കുന്നത്. എന്തെങ്കിലും മരത്തിന് വേണ്ട കൂടെ ചാടി അതാണ് നമ്മുടെ ബേസ്. കാരണം ബേസ് കാണാനുള്ള സമയമുണ്ട് ഇങ്ങോട്ട്. ഓക്കെ ഇതാണ് ബേസ്. ഒക്കെ ചാടിക്കോ ഓക്കെ ഓണെൻ്റെ ബേസ്. ബേസ് നമ്മളെങ്ങനെ വിജയകരമായ വേട്ടയും കഴിഞ്ഞ് കേട്ടോ ബേസിലേക്ക് എത്താറായി. യെസ് മൈൻക്രാഫ്റ്റ് പോയെങ്കിലും നല്ല രസമുണ്ട്. ഇത് അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടില്ല, എനിക്ക് അക്കൗണ്ട് വരുന്നില്ല. അയ്യോ എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ നല്ല മോട്ടോരൊക്കെ ഉണ്ടാക്കി പോകണം. ഓക്കെ അപ്പോൾ ഇതെടുത്ത് നോക്കാം. ഇത് നമുക്ക് അത്യാവശ്യമുള്ള സാധനമൊന്നുമല്ല. മീറ്റൊക്കെ എടുത്ത് പോയി മീറ്റിനോട് കുറച്ച് ലൈവ് കൂട്ടണം. അതുമല്ല എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇനിയിപ്പോൾ തന്നെ ലൈവ് കൂടിയുള്ളൂ. ഇന്നത്തെ മീനായിട്ടുള്ള പരിപാടി ഊളെടുത്ത് വെച്ചിട്ടില്ല. ഓക്കെ നമ്മൾ ഇതുവരെയായിട്ട് ഡെഡ് ഇട്ടില്ല. ഒരു ദിവസം വരും. അപ്പോൾ വീഡിയോ ലോങ് ആവുന്നതെന്ന് ആർക്കറിയാം. അപ്പോൾ വീഡിയോ ലോങ് ആയാലും ലോങ് ആയില്ലെങ്കിൽ സൂര്യൻ അവിടെ ആയതുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അയ്യോടെ ഏണി ചുമ്മാ വെച്ചേക്കണല്ലോടാ ഞങ്ങൾ. ഓക്കെ അയ്യോ അതുകൊണ്ട് അത് സ്കെൽറ്റൻ അല്ലയോ? എവിടെ ഈ സ്കെൽറ്റൻ എന്താ ഇവിടെ കാര്യം? അയ്യോ സ്കെൽറ്റൻ ഒരു ഷീൽഡ് ഒരു ലാൻഡ്മാർ അടുത്ത് വന്ന് ശരിയല്ലേ? അവരങ്ങനെ വീഡിയോ കേട്ടോ അമ്മമാർ പുറത്തിറങ്ങാൻ സമ്മതിച്ചില്ല പട്ടികൾ. ഉടങ്ങാട്ട് ദൂരെ വെച്ച് ആക്രമിക്കാൻ പറ്റുന്ന തേങ്ങ ഓണ്ടമ്മമാർ വെള്ളത്തിൽ കൂടെ ഇറങ്ങിയിരുന്നു. ശരി അമ്മമാർക്ക് ഒരെണ്ണം തരം മാങ്ങി പോയാ അതെന്തിട്ട് ശരിയാ ഇങ്ങനെ പോയാൽ ഞാൻ ഇവിടെ വീണ് ചാവും. സ്കെൽറ്റൻ്റെ കൈ ഉണ്ടല്ലോ ഇവിടെ വീണ് ചാവുക. അതിൻ്റെ ബേസിൻ്റെ സൈഡിൽ കുറേ കാര്യങ്ങൾ ചെയ്തേക്കാം. ഓണ്ട സ്കെൽറ്റൻ ചെയ്യുന്നു പട്ടികൾക്ക്. അവർക്ക് വേറെ പണിയില്ല. നമുക്കിനിയിപ്പോൾ നമ്മൾ അടുത്ത ബേസിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ എടുക്കാം. അപ്പോൾ 2-3 ബെഡും കൂടെ എടുത്ത് വെക്കാം. ഓക്കെ നമുക്ക് 2-3 ബെഡും കൂടെ എടുത്ത് വെക്കണം. ബെഡ് എൻ്റെ ലാഗടിച്ചിട്ടുണ്ട് കേസ്. ഇവിടെ ചെറുതായിട്ട് ലാഗടിച്ച് അതൊന്നും കാര്യമില്ല. അതൊന്നും കാര്യമാക്കേണ്ട കാര്യങ്ങളല്ല. ഓക്കെ നമ്മളിവിടെ എന്താണ്ടൊക്കെ പണി വെച്ച് സ്റ്റെപ്പ് പോലും ആക്കിയിട്ടുണ്ട്. ഇതൊന്നും സ്റ്റെപ്പാണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ ഇതാണ് അടുത്ത നമ്മളുടെ വീട്ടിൽ ബെഡ് എടുക്കടാ. ഓക്കെ കയ്യിലുള്ള 2ാമത്തെ ബെഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ ഇറങ്ങടാ ഷെറേ. ഓക്കെ പെട്ടെടുക്കണം. മേലോട്ട് ഇങ്ങനെ രണ്ടാമത്തെ ദിവസത്തിൽ ഒന്ന് എന്തൊക്കെ ചെയ്തു. ഇല്ല 2ാമത്തെ ദിവസമാണ് 3ാമത്തെ ദിവസമാണ് ആർക്കറിയാം. ഓക്കെ നമുക്കിപ്പം നമ്മൾ കാസ്റ്റ് എടുക്കടാ. കാസ്റ്റ് എന്താ അവിടെ പോയിരിക്കുന്നത്? പൊട്ടടാ പൊട്ടി. ഓക്കെ എവിടാ വിട്ടാ. ഓക്കെ അതായിട്ട് ഒന്ന് കാസ്റ്റിച്ച് അങ്ങ് അലങ്കരിക്കാൻ.
ഇവിടെ പോയി ഇരിക്കടാ ഇവിടാണ് ഇത്ര ഉള്ളൊരു കാര്യം. നമ്മൾ ഇതുവരെയായിട്ട് വുഡൻ ബ്ലോക്സ് അത്ര എടുത്ത് ക്രാഫ്റ്റ് ചെയ്യാൻ തേങ്ങയില്ല. നമുക്ക് ഇന്നത്തെ പരിപാടി നമുക്ക് നടത്തി കളഞ്ഞേക്കാം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കട്ട വെച്ചങ്ങ് അലങ്കരിച്ചേക്കാം. കട്ട വെച്ചങ്ങ് അലങ്കരിക്കടാ മച്ചാനെ, കട്ട വെച്ച് അലങ്കരിക്കണം മച്ചാനെ. നേരെ കട്ട കൂടെ പോലെ പണിഞ്ഞേക്കുന്നു. സുഹൃത്തുക്കളെയൊക്കെ സ്റ്റെപ്പായതുകൊണ്ട് മാത്രമാണ് വിട്ട് കളഞ്ഞേക്കുന്നത്. എടുത്തെന്നുള്ള അറിയത്തില്ലേ, നാളെ സംസാരിക്കട്ടോ. ഡിസ്പെൻസർ ചെയ്യുന്നുണ്ട്. ഡിസ്പെൻസറിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീർക്കണം. ഓക്കെ വീടല്ലേ രട്ടും തടി വെച്ച് പണിയാം. ഓക്കെ, ഞാൻ ചെറിയൊരു വീടിൻ്റെ വീട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. ബേസ് വരെ തൊട്ടിട്ട് ഓക്കെ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കാം. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശരി അപ്പം.